പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സമാധാനത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ്: പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്തിൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. റോമായിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമാണ്. ആ ഖണ്ഡിക തുടങ്ങുന്നത് തന്നെ ഐക്യത്തിന് ആഹ്വാനം നൽകിക്കൊണ്ടാണ്. 7-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിൻ. ആ വചനം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും പരസ്പരം അന്യോന്യം സ്വീകരിക്കുവിൻ. അവസാനം ഈ ഖണ്ഡികയുടെ അവസാനം പറയുകയാണ്, പ്രത്യാശയുടെ ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നിരാശയുടെ ദൈവത്തെയല്ല, പ്രത്യാശയുടെ ദൈവത്തെയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഓരോ മക്കളിലേക്കും കൊടുക്കുന്നത് പ്രത്യാശയുടെ. എന്താണ് പ്രത്യാശ? ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കവിഞ്ഞൊഴുകുമെന്നും ദൈവത്തിലൂടെ എനിക്ക് സകലതും സാധ്യമാകുമെന്നും ഒക്കെയുള്ളൊരു ഉറപ്പും ഒരു പ്രത്യാശയിലുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ പറയുന്നതും അതാണ്. പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല. അതായത് പ്രത്യാശിക്കുന്നത് ലഭിക്കും, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസമാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കും, കാണപ്പെടാത്തവയുണ്ട്. അപ്പം കാണപ്പെടാത്ത ഒരു ദൈവത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സകലതും ധന്യമാക്കാമെന്ന ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമാധാനം അനുഭവിക്കണമെങ്കിൽ, ഈ സമാധാനം ജീവിതത്തിൽ സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് വിശ്വാസം വഴിയാണ്. നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ അവിടുന്ന് നിറയ്ക്കട്ടെ. കണ്ടോ, വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്താൽ. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കണം, രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ രോഗത്തിൻ്റെ പിടിയിൽ നിന്നും എൻ്റെ ദൈവം എന്നെ മോചിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണം. സാമ്പത്തികമായ തകർച്ചയിലോ കടബാധ്യതയിലോ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കടബാധ്യതയിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ മോചിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രത്യാശയിൽ ആ കർത്താവിൽ പ്രത്യാശ വയ്ക്കണം. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും കർത്താവിൽ ഞാൻ ഒരു പൂർണ്ണതയിലേക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്, സമർപ്പിക്കുകയും കൂടിയുണ്ട്. ഒരു സമർപ്പണവും കൂടി ആ മേഖലയുണ്ട്.
പ്രത്യാശ വെക്കുന്ന വ്യക്തിക്ക് ഒരു സമർപ്പണം കൂടിയുണ്ട്. അപ്പോൾ ഞാനത് വിശ്വസിക്കണം. ഒരു ജോലിയില്ലാതെ നട്ടം തിരിയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എൻ്റെ ദൈവത്തിൽ ഞാൻ പ്രത്യാശ വെച്ചുകൊണ്ട്, എൻ്റെ ദൈവത്തിൽ ഞാൻ ശരണപ്പെട്ടുകൊണ്ട്, കർത്താവായ യേശുവിൽ മാത്രം ഞാൻ ശരണപ്പെട്ടുകൊണ്ട് ആ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രത്യാശയുടെ ദൈവം എനിക്ക് ജോലിയില്ലാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ എനിക്ക് ജോലി നൽകിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ ശരണപ്പെടുമ്പോൾ ആ ശരണപ്പെടലിൻ്റെ പരിണിതഫലമായിട്ടും എൻ്റെ വിശ്വാസത്തിൻ്റെ പരിണിതഫലമായിട്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നാണ് യഥാർത്ഥത്തിൽ സമാധാനം. ജോലിയില്ല എന്നുള്ള ആ സമാധാനക്കേട്, സാമ്പത്തിക തകർച്ചയായി എന്നുള്ള ആ സമാധാനക്കേടെല്ലാം മാറ്റിക്കൊണ്ട് പ്രത്യാശയുടെ ദൈവം അവിടുന്ന് സ്വർഗം തുറന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആദ്യം വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇത് തന്നെയാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. തുടർന്ന് പറയാണ്, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിലൂടെയുള്ള പ്രത്യാശയാൽ ക്രിസ്തുവിൽ സമൃദ്ധി പ്രാപിക്കണം. ആ സമൃദ്ധി പ്രാപിക്കണമെങ്കിൽ ഇത് നമുക്ക് സമൃദ്ധി നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിച്ച് തന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ഓരോരുത്തർക്കും സമൃദ്ധി നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് വിശ്വസിക്കാം. കർത്താവായ യേശുവേ, അങ്ങിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട്, അങ്ങിലേക്ക് നോക്കിക്കൊണ്ട്, അങ്ങിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുന്ന് സ്വർഗം തുറന്ന് അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ചുകൊണ്ട് അവിടുത്തെ സമാധാനത്തിൽ, സന്തോഷത്തിൽ അവിടുന്ന് എന്നെ നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.